ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല എറണാകുളം റൂട്ടിൽ വലവൂരിന് സമീപമായിട്ടുള്ള ഒരു വീടാണ്. വളരെ ലാഭത്തിലുള്ള ഒരു വീടായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് 16 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടും കൂടിയാണ്. അപ്പോൾ ഇതൊരു പഞ്ചായത്ത് റോഡിൻ്റെ ടാറിംഗ് റോഡിൻ്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 85% വർക്കുകളും കഴിഞ്ഞതാണ്. അപ്പം ലാഭകരമായതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ 16 സെൻറ്റ് സ്ഥലവും ഇപ്പോൾ ഈ കാണുന്ന വീടും കൂടി 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടും കൂടി ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് 56 ലക്ഷം രൂപ മാത്രമാണ്. ഏകദേശം ഒരു 5 ലക്ഷം രൂപയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ 4 ബെഡ്റൂമിൻ്റെ നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് 16 സെൻറ്റ് സ്ഥലവും നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യം. ടാറിംഗ് റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. നല്ല വീതിയുള്ള ടാറിംഗ് റോഡാണ്. ഇത് കണ്ടോ, വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിലൊക്കെ വാഹനങ്ങൾ ഇട്ടിട്ട് പോലും വീണ്ടും ഇടയുണ്ട്. അപ്പോൾ മുറ്റത്തിൻ്റെ അതിരുകളെല്ലാം കെട്ടി ഇവിടെ ഒരു ഗേറ്റ് വയ്ക്കാനുണ്ട്. വലിപ്പമുള്ളൊരു കാർ പോർച്ച് നമ്മൾ കാണുന്നുണ്ട്. അത്യാവശ്യം മാവ്, തെങ്ങ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് പണിതാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ മറ്റ് ബാധ്യതകളൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഈ വീട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബഡ് പ്ലാവ്, മാവ്, തെങ്ങ് മുതലായവയെല്ലാം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പൈപ്പ് കണക്ഷനാണ് ഈ വീടിന് കൊടുത്തേക്കുന്നത്. 24 മണിക്കൂറും വെള്ളമുള്ള ഒരു പൈപ്പ് കണക്ഷനാണ്. ഇവിടെയും പ്ലാവുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കൃഷിക്കുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തടികളെല്ലാം വരുന്നത്, കതകുകൾ, ജനൽപ്പാളികളെല്ലാം വരുന്നത് തേക്കിൻ തടിയിലും കട്ടിയുരുപ്പടികളെല്ലാം വരുന്നത് ആഞ്ഞിലിയിലുമാണ്. ഇത് നമുക്ക് വീടിൻ്റെ പുറകുവശത്തായിട്ടുള്ള ഒരു കൃഷിസ്ഥലമാണ്. അപ്പോൾ വീടിൻ്റെ മുകളിലേക്കൊക്കെ കയറാൻ വേണ്ടിയുള്ള സ്റ്റെയർ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ മണ്ടഭാഗങ്ങളൊക്കെ നമുക്ക് മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണാം. എല്ലാം നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു വീടാണ്. സ്വന്തം ആവശ്യത്തിന് പണി ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മേൾ ഭാഗമൊക്കെ നമുക്ക് റൂഫ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൂഫ് ചെയ്യാം, ഇനി അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അടുപ്പൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ചിമ്മിനിയുടെ മുകൾ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ വീടിൻ്റെ പുറകു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഈന്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് അവിടെ ആ പറമ്പിൽ ഉണ്ടായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേരയുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഈ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും കൃഷിക്കൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വീടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടി വർക്ക് ഉൾപ്പെടെ, അതായത് പുട്ടിയൊക്കെ 2 കോട്ട് പുട്ടിയെല്ലാം ഇട്ട് അതും പേപ്പർ പിടിച്ച് പ്രൈമറും എല്ലാം അടിച്ചിട്ടിരിക്കുന്ന വീടാണ്. ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളൊരു പണി ഉണ്ട്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന മുറ്റം ഇതൊന്ന് ചിപ്സ് ഇടുകയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ജനലിൻ്റെ പാളിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ പൈപ്പാണ് ഈ ജനലിനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ജനൽപ്പാളികളെല്ലാം വരുന്നത് തേക്കിൻ തടിയിൽ തന്നെ പണിതിരിക്കുന്നതാണ്. ഇവിടെ ഒരു കെട്ടെല്ലാം കെട്ടിത്തിരിച്ച് ഈ ഒരു ഭാഗത്തെ പേരക്കയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊരു സൊസൈറ്റിയാണ്. ഈ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കിണറുകളാണ്. അത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം 24 മണിക്കൂറും കിട്ടും. ടാങ്കിലെ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കകത്ത് കയറുമ്പോൾ ഈ റൂമിൻ്റെയൊക്കെ ജനാലകളകത്തൊന്നും കൂടി കാണിക്കാം. അപ്പോൾ എല്ലാ അതിരുകളും കെട്ടിത്തിരിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്യുക, ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം, വയറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു റംബുട്ടാനൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെയുള്ള വീതിയുള്ള ടാറിങ് വഴി എന്ന് പറഞ്ഞത്. മാവുണ്ട്, തെങ്ങ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൽ കുറച്ച് കളർ കോമ്പിനേഷനൊക്കെ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നൊരു വീടാണ്. ഒരുപാട് അയൽപക്കങ്ങളൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ല അയൽപക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. കൂടിച്ചേർന്ന് അങ്ങനെ ഒരു വീടുകളൊന്നുമില്ല. ഇത് കണ്ടോ, ധാരാളം LED ലൈറ്റുകളുടെ പോയിൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. ഒരു L ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. അതെല്ലാം ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ചെയ്ത് തീർത്തിടത്തോളം വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നല്ല വലിപ്പമുള്ള ഇന്നോവയോ XUV-യോ അതുപോലത്തെ വലിയ വാഹനങ്ങളൊക്കെ കയറ്റിയിടാൻ പറ്റുന്നതാണ് കാർ പോർച്ച്. അതുപോലെ മുറ്റത്താണെങ്കിലും നമുക്ക് 4-5 വാഹനങ്ങളൊക്കെ കയറ്റി ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥല സൗകര്യമുണ്ട്.
ഇതാണ് നമ്മുടെ ഒരു ജനൽ, ഇവിടെ ലിവിങ് ഹാളിലെ ഒരു ജനലാണ് വരുന്നത്. അതിലാണ് നല്ല ഡിസൈനിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇത് പോളിഷ് ചെയ്യുക, പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന വർക്കുകളൊക്കെ ഉള്ളൂ. ഇതാണ് തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാളിയുടെ ഒരു നല്ല ഒരു ഡോറ്, അതിൻ്റെ ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത്. അവിടെ ഒരു പാർട്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അവിടെ എല്ലാ LED ലൈറ്റിൻ്റെ ഫാനിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതാണ്. നമുക്കിതെല്ലാം ലൈറ്റ് വാങ്ങുക, അത് ഫിറ്റ് ചെയ്യുക എന്നുള്ള സംഭവം അല്ലാതെ വേറെ ഒരു വർക്കുകളും ഇനി വരുന്നില്ല. അതുപോലെ തന്നെ ടൈലെല്ലാം അപ്പോക്സി ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാ വയറിങ്ങിൻ്റെ ഫുള്ള് പോയിൻ്റ് എല്ലാം ചെയ്ത് വയറും വലിച്ചിട്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ സ്വിച്ച് ബോർഡ് വാങ്ങുക, ലൈറ്റ് ഫിറ്റ് ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. 4 ബെഡ്റൂമുകളാണ് ഇതിന് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. അല്പം ഉള്ളിലോട്ട് മാറി നല്ല ഭംഗിയായിട്ട് കാർ പോർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും നമുക്ക് ആ ഡൈനിങ് ഏരിയ. അപ്പോൾ ലിവിങ് ഹാളിൽ ഇരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ല പ്രൈവസി കിട്ടും. വലിപ്പമുള്ള ലിവിങ്ങും ഡൈനിങ്ങുമാണ് വരുന്നത്. ഇത് 6x3 ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ വാതിൽ വരുന്നത്. എല്ലാം തേക്കിൻ തടിയാണ്. എല്ലാ ബെഡ്റൂമിൻ്റെ വാതിലുകളും വരുന്നത് തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. 3 പാളിയുടെ 2 ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LED ലൈറ്റുകളുടെ AC പോയിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ബെഡ്റൂമിൻ്റെ ഒരു കബോർഡ് ആണ് വരുന്നത്. അതുപോലെ ബാത്റൂമാണിത്. ബാത്റൂമിലെ ടൈൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പച്ചവെള്ളത്തിന് ചൂടുവെള്ളത്തിന് കണക്ഷൻ, അതുപോലെ എക്സോസ് ഫാൻ പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പോയിൻറ്റുകളെല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ്. നമുക്കൊരു 4-5 ലക്ഷം രൂപ ഏറ്റവും മാക്സിമം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 56 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത്. വിലയിൽ മാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഡൈനിങ് ഹാളിൻ്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ നോക്കിയാൽ 6x3 ടൈലാണ്. അങ്ങേ അറ്റം വരെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെയൊക്കെ വലിപ്പം മനസ്സിലാവും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് കയറാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അതിൽ 4 പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AC പോയിൻ്റ്, ഫാനിനുള്ള കണക്ഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മറ്റ് മുറിയിൽ നിന്നും കുറച്ചുകൂടി വലിപ്പം ഉള്ള ഒരു കബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ ഒരു മിററും കൂടെ വന്നു കഴിഞ്ഞാൽ ആ സംഭവം ഓക്കെ ആയി. അപ്പോൾ ഇത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആണെങ്കിലും വലിപ്പമുള്ള ബാത്റൂമുകളാണ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത്. വെന്റിലേഷനിലെ ഡോറുകളൊക്കെ ആണെങ്കിലും തേക്കിൻ തടിയിൽ തന്നെ തീർത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇതാണ് ഇനി 3ാമത്തെ ബെഡ്റൂമിൻ്റെ വാതിലാണ് നമ്മൾ കാണുന്നത്. ഇത് തേക്കിൻ തടി തന്നെയാണ്. അതിൻ്റെ ലോക്ക് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. ഇതിനൊരു 4 പാളിയുടെ ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കണക്ഷനും റെഡിയാക്കി നിർത്തിയിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ കാര്യങ്ങൾ വയ്ക്കുക, ലൈറ്റ് ഫിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. 56 ലക്ഷം രൂപ ചോദിച്ചാലും വില നെഗോഷ്യബിളാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യമൊക്കെ ചെയ്തു തരുന്നതാണ്. ഇതാണ് ജനലിൻ്റെയൊക്കെ സാധാരണ ഇരുമ്പ് കമ്പിയാണ് ഇടുന്നത്. ഇത് സ്റ്റീൽ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേറൊരു മോഡലിലുള്ള ഒരു കബോർഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് ലൈറ്റൊന്നും വരാത്തത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മഴയും കൂടെയാണ്. അപ്പോൾ ആ ഉള്ള സമയത്ത് ഇതൊരു നല്ല ലാഭത്തിലുള്ളൊരു വീടായതുകൊണ്ട് ഒന്ന് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം എന്നും കൊണ്ട് എടുത്തതാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമിൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണിത്. ഇതിലൊരു 3 പാളിയുടെ ജനൽ, 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പണികൾ ഇനിയിപ്പോൾ ഒരു 85-90% തീർന്നതാണ്. ബാക്കിയുള്ള ഒരു 10% മുറ്റത്ത് ചിപ്സ് വിരിക്കാനുണ്ട്, പെയിൻറ്റ് ചെയ്യാനുണ്ട്. അതായത് പുട്ടി പ്രൈമറും എല്ലാം അടിച്ചിട്ടിരിക്കുന്നതാണ്. പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഇലക്ട്രിക്കൽ വർക്കിൻ്റെ കണക്ഷനും വയറുകളും എല്ലാം വലിച്ചിട്ടിരിക്കുന്നതാണ്. ലൈറ്റ് ഫിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ കബോർഡിൻ്റെയൊക്കെ ഡോറുകൾ ചെയ്യണം. പിന്നെ നമുക്ക് ലിവിങ് ഹാളും ഡൈനിങ് ഹാളും ഒക്കെ ആയിട്ട് തിരിയുന്നിടത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടീഷൻ വർക്ക് കൂടി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇത് വാഷ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. കിച്ചണിലേതൊരു വുഡ് ഫിനിഷിലുള്ളൊരു ടൈലാണ് ഇട്ടിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോപ്പ് വരുന്നത്
ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും അതുപോലെ തന്നെ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡോറ് ഫിറ്റ് ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ നമുക്ക് വരുന്ന വർക്കുകൾ. ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടോപ്പ് വരുന്നതെല്ലാം ഗ്രാനൈറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വിറകടുപ്പിൻ്റെ ഒരു ഭാഗവും കൂടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലാണെങ്കിലും 3 പാളിയുടെ ഒരു ജനൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ തേക്കിൻതടി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു അടുക്കളയിൽ നിന്ന് വെളിയിലോട്ടുള്ള ഒരു ഡോറ് വരുന്നത്. അപ്പോൾ വില കൊണ്ടും എല്ലാം കൊണ്ടും ഈ വീട് വളരെ ലാഭമാണ്. പാലാ എറണാകുളം റൂട്ടിൽ വലവൂരിന് സമീപത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റോഡിൽ നിന്ന് ഒരു 600-700 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. നല്ലൊരു ഭംഗിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന പഞ്ചായത്ത് റോഡ് സൈഡിൽ പണി തീർത്തിട്ടിരിക്കുന്ന ഒരു വീടാണ്. ചോദിക്കുന്ന വില മാത്രമാണ് 56 ലക്ഷം രൂപ. വില കുറയുന്നതാണ്. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.